വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ മെഗാ എക്സിറ്റ് പോൾ ഓഫ് പോൾ 2024 തുടരുന്നു. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. 7 ഏജൻസികളുടെ ഫലസൂചനകൾ സ്ക്രീനിൽ നിറയുമ്പോൾ 7 എണ്ണവും NDAക്ക് അനുകൂലമെന്ന വിധി. 350 സീറ്റുകളുമായി നരേന്ദ്രമോദി മൂന്നാം ഊഴത്തിലേക്ക് എത്തുമെന്നാണ് 7 സർവേ ഏജൻസികളും പറയുന്നത്. ഒരൊറ്റ ഏജൻസി മാത്രമാണ് 300-ൽ താഴെ 380-ൽ താഴെ എന്നത് സീറ്റ് മാത്രം പ്രവചിക്കുന്നത്. ബാക്കി എല്ലാ ഏജൻസികളും 7-ൽ 6 ഏജൻസികളും NDA നരേന്ദ്രമോദി തേർഡ് എഡിഷൻ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസമിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 2 മുതൽ 4 വരെ സീറ്റുകളായി കോൺഗ്രസ് നില വർദ്ധിപ്പിക്കാനിടയുണ്ട് എന്ന്. അതേപോലെ മണിപ്പൂരിൽ NDAയുടെ വാഷ് ഔട്ടാണ്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും മണിപ്പൂരിൽ NDAക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കണക്ക്. അതായത് ഇന്ത്യ ടുഡേ സർവേ അനുസരിച്ച് NDA 0, മറ്റുള്ളവരാണ് 1 എന്നുള്ള നിലയിലാണ്. ഇനി ആർക്കാണ് മറ്റൊരു സീറ്റ് എന്നുള്ള, ഒരു സീറ്റിൽ ഇലക്ഷൻ നടന്നിട്ടില്ലേ? നടന്നു എല്ലാ സീറ്റുകളും ഇലക്ഷൻ നടന്നു. അപ്പോൾ ഒരു സീറ്റ് മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. ഏതായാലും NDAക്ക് ഇല്ല ആ സീറ്റ് എന്നുള്ളതാണ്. ആസാമിൽ 14 സീറ്റുകളിൽ 9 മുതൽ 11 വരെ നേടുമ്പോൾ 2 മുതൽ 4 വരെ സീറ്റുകൾ ഗെയിൻ ചെയ്തേക്കാം എന്നാണ് പറയുന്നത്. അവിടെ ഒരു സീറ്റാണ് ആകെ ഉണ്ടായിരുന്നത്. മറ്റേ നമ്മുടെ പഴയ മുഖ്യമന്ത്രിയുടെ മകനുണ്ടല്ലോ, അയാളാണ് ഇപ്പൊ ഡെപ്യൂട്ടി ലീഡർ കോൺഗ്രസിന്റെ ലോക്സഭയിലെ. അപ്പോൾ അത് 4 ആക്കി വർദ്ധിപ്പിക്കാനുള്ള സാധ്യത. മണിപ്പൂർ ഇഫക്റ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവില്ല എന്ന നിരീക്ഷണത്തെ തള്ളിക്കൊണ്ട് ആസാമിൽ 2 മുതൽ 4 വരെ സീറ്റുകൾ കോൺഗ്രസ് നേടിയേക്കാം. NDAക്ക് 9 മുതൽ 11 വരെ സീറ്റുകൾ നേടും. മണിപ്പൂരിൽ 2 സീറ്റുകളും NDAക്ക് അവിടെ നേടാൻ കഴിയില്ല. 2 സീറ്റുകളും NDAക്ക് നഷ്ടപ്പെടുമെന്ന് കൂടി പറയുന്നു. ഉത്തരാഖണ്ഡിൽ NDA തന്നെയാണ്. ഹിമാചൽ പ്രദേശിലും NDA തന്നെയാണ്. പഞ്ചാബിൽ BJPക്ക് 2 മുതൽ 4 വരെ സീറ്റ്. ഹിമന്ത ബിശ്വ ശർമ്മ പരമാവധി വിഷം ചീറ്റിയ ഒരു സംസ്ഥാനമാണല്ലോ. ആ സംസ്ഥാനത്തേക്ക് വേണ്ടി മാത്രമല്ല, അദ്ദേഹം രാജ്യത്തുടനീളം വിഷം ചീറ്റി. അതിപ്പം ഒഡീഷയിൽ ആവശ്യം വന്നു, ഉടനെ ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ ചെന്നിട്ട് നവീൻ പട്നായിക്കിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിഷം ചീറ്റുക എന്ന് പറയുന്നത് ഒരു കൊട്ടേഷനാണ്. അതെ. ഇവിടെ വന്നിട്ട് ഹിമന്ത ബിശ്വ ശർമ്മയല്ലേ ഇവിടെ വന്നിട്ട് പിണറായി വിജയൻ അവസ്ഥ എന്ന് പറഞ്ഞത്. അതെ. അപ്പോൾ ആ രീതിയിലൊക്കെ അവിടെ അങ്ങനെയാണെങ്കിൽ 2 സീറ്റ് കോൺഗ്രസിന് ലഭിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ ചെറിയൊരു നേട്ടമല്ല. പക്ഷേ സാർ, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിസ്റ്റിക് ആയിരുന്നു ഇന്ത്യ ബ്ലോക്ക് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് അങ്ങ് ഇനിയെങ്കിലും തിരിച്ചറിയണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി കഴിഞ്ഞ ജൂണിൽ മാത്രം ഫോം ചെയ്യുകയും അതിനിടയിൽ വെച്ചൊന്ന് സീസ് ചെയ്യുകയും സ്റ്റോപ്പ് ചെയ്യുകയും പിന്നീട് ഒരു പോസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും തുടങ്ങുകയും ചെയ്ത ഇന്ത്യ ബ്ലോക്കിനെ ജനം നിരാകരിച്ചു എന്നുള്ളതാണ് അക്ഷരം പ്രതി ശരിയാണ്. ഇന്ത്യ മുന്നണി ഓപ്പർച്യൂണിസ്റ്റിക് ആയിരുന്നു. ഏകാധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ത്യ മുന്നണി ഓപ്പർച്യൂണിറ്റി, ഇത് ഓപ്പർച്യൂണിറ്റിയാണ്. ഭരണഘടനാപരമായ ഏജൻസികളെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തിരിച്ചുപിടിക്കാൻ ഇന്ത്യ മുന്നണിയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ശ്രമിച്ചു എന്ന് തീർച്ചയാണ്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ തിരിച്ചറിഞ്ഞു. അവിടെ ഉഷ്ണതരംഗത്തിൽ ആളുകൾ മത്സരിക്കുമ്പോൾ കന്യാകുമാരിയിൽ പോയി കാറ്റുകൊണ്ട് നരേന്ദ്രമോദി ധ്യാനത്തിലിരിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തെ തിരിച്ചുപിടിക്കാൻ ഇന്ത്യ മുന്നണി ശ്രമിച്ചു എന്നതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റിയാണ് വർഗീയതയുടെ, വിദ്വേഷത്തിന്റെ, വിഷം വമിക്കുന്ന പ്രചരണങ്ങളിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മതേതരത്വത്തെ തിരിച്ചുപിടിക്കുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും തന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇലക്ടഡ് ഓട്ടോക്രാറ്റ് എന്ന് വിദേശ കക്ഷികൾ വിശേഷിപ്പിച്ചിരിക്കുന്ന മോദിയുടെ യാത്ര നിലനിർത്താൻ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണി വന്നു എന്ന് തീർച്ചയാണ്. ചൈനയല്ല, ഇന്ത്യക്കാരാണ് വിധി എഴുതിയത്. അമേരിക്കയല്ല, ചൈനയല്ല, ഇന്ത്യക്കാർ വിധി എഴുതിയ എക്സിറ്റ് പോൾ ഫലം. അതിനും എക്സിറ്റ് പോൾ ഫലം ഒന്നും അവരല്ല വിധി എഴുതിയത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏജൻസിയാണ് എഴുതിയത്. ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതവണ തെറ്റിയിട്ടുണ്ട്. ആക്ച്വൽ റിസൾട്ട് വിൽ കം ഓൺ ഫോം 4-ാം തീയതി. മോദി എക്സിൽ ജനത്തിന് നന്ദി പറയുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നന്ദി പറയുന്നു. ഒരു ദിവസം വെയിറ്റ് ചെയ്തുകൂടെ? അത് പക്ഷേ പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യം ഡൽഹിയിൽ എത്തിയ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങളോട് എന്നാണ് പറയുന്നത്. അവസാനഘട്ട ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എല്ലാവർക്കും പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. എല്ലാം ഭംഗിയായി നടത്തിയതിന് 44 ദിവസം ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 44 ദിവസം. എക്സിറ്റ് പോളിനോടൊന്നും ഒരു പ്രധാനമന്ത്രിയും ഒരു കാലത്തിലും പൊതുവായിട്ടുള്ള